അപ്പോൾ ഈ കൊട്ടേഷൻസ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എല്ലാവരും നോക്കുക ഏറ്റവും കൂടുതൽ കാശ് ഏതാ, ഏറ്റവും കുറവ് കാശ് ഏതാ. ഇതിനപ്പുറം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കൊട്ടേഷൻ മസ്റ്റായിട്ടും എടുക്കണം. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് റേറ്റ് നമ്മൾ നോക്കണം. കാരണം റേറ്റ് കമ്പാരിസൺ നോക്കണം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അത് ബ്രാൻഡഡ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കണം മസ്റ്റായിട്ടും. പ്രീമിയം ക്വാളിറ്റി ഇന്ന് നാട്ടിൽ പലതും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് നമ്മൾ ഏതാണെന്ന് ചൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ, ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ, ഇത് ചെയ്തിരിക്കുന്ന സൈറ്റ് നമ്മൾ പോയി വിസിറ്റ് ചെയ്യുക. അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൊട്ടേഷൻ എടുക്കാൻ ശ്രമിക്കുക മാക്സിമം. കാരണം ഇതിൻ്റെ എഫക്റ്റീവ് ഏരിയ പലതിനും വ്യത്യാസം ഉണ്ടാവും. സ്ക്വയർ ഫീറ്റ് റേറ്റ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. പക്ഷേ ഇതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്പം കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ ചിലപ്പോൾ ഇതിന് എഫക്റ്റീവ് ഏരിയ കൂടുതൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ഡീറ്റെയിൽഡ് കൊട്ടേഷനിലേക്ക് പോവുക. അതുപോലെ നമ്മൾ ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ കൊടുക്കുന്നതാണെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന പൈപ്പൊക്കെ ആണെങ്കിൽ ഏതാണ് ബ്രാൻഡ് ഏതാണ്, അതുപോലെ ഏത് ഗേജാണ്, അതുപോലെ മാസ്കിങ്ങിൻ്റെ കാര്യങ്ങൾ, അതുപോലെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാൻ പറ്റും.